ഷോന് പേര് വെച്ചാൽ ഞാനാ. ആ അന്ന് പറഞ്ഞു മസ്താനി. മസ്തി വിത്ത് മസ്താനി. ഓർമ്മയില്ലേ? ഇപ്പൊ കുറെ സാധനം ബമ്പിളുണ്ട്, ഡിന്നറുണ്ട്, അരികയുണ്ട്. ഞാൻ ഇതിലൊന്നുമില്ല. ഒന്നും അറിയില്ല. ഇങ്ങനെ ഇപ്പൊ വേറെ ഒന്നുണ്ട്, ഹിഞ്ച്. അത് ചേട്ടനെ ഇതിലുള്ള ഞാൻ അതിലില്ല. ഒന്നുമില്ല, എല്ലാം അറിയാം. പക്ഷെ വെരിഫൈ ചെയ്യുന്നൊക്കെ വെരിഫൈ ചെയ്യുന്നത് അനിയന്മാരൊക്കെ പോയിട്ട് നിങ്ങൾ എവിടേക്ക് പോകണമെന്നില്ലല്ലോ അറിയാൻ വേണ്ടി. അമേരിക്ക പോയിട്ടുണ്ടോ? പിന്നെ ഇല്ല. അമേരിക്ക ഉണ്ടെന്ന് അറിയില്ലേ? എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ സെറ്റിൽ ഒപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെ പോലെയാ. അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് വിടും. ശ്രദ്ധി കുഞ്ഞാവ. സോങ്സ് ഒക്കെ എസ്പെഷ്യലി ട്രിവാൻഡ്രത്തിന്റെ സോങ്സ് ഒക്കെ കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. പാടി സഹളയതല്ലേ പാടിക്കുന്നത്. റാപ്പിഡ് ഫയർ ആണ്. പെട്ടെന്ന് പെട്ടെന്ന് പറയണം. ആദ്യം ചോദിക്കണം. പെട്ടെന്ന് പറയുന്നവരോട് ചോദിച്ചു. ധ്യാൻ ചേട്ടൻ ഒരു ആങ്കർ ആയിരുന്നെങ്കിൽ ചോദിക്കാൻ പോകുന്ന ഏറ്റവും സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. ലാസ്റ്റ് ഏറ്റവും അവസാനം എന്നാ എക്സ്പീരിയൻസ്, അവരോട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് കുറെ ഉണ്ട് എനിക്ക് ചോദിക്കാം. എന്റെ ആൻസർ യെസ് ആന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചോദ്യം ചോദിക്കും? ചോദ്യമേ ഇല്ല, എന്നോട് ഒന്നും ചോദിക്കല്ലേ. അന്ന് നോ ആണെങ്കിലോ? അതിന് നീ എസ് എന്നേ പറയുന്ന എനിക്കറിയാം. ചോദ്യം നീ നോ പറയില്ല. ചോദ്യം ചോദിക്കേ. എനിക്കറിയില്ല ചോദ്യം എന്താന്ന്. ഇല്ല, നീ നോ പറയില്ല. ഓക്കെ അല്ലേ? ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ധ്യാൻ ചേട്ടൻ, ദുർഗ ചേച്ചി ആൻഡ് ഷൈൻ ചേട്ടൻ. വെൽക്കം ടു ദി ഷോ. ഓക്കെ, ഏറ്റവും പുതിയ വിശേഷം അയ്യർ ഇൻ അറേബ്യ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു 2 ഇന്റർവ്യൂ സ്റ്റാർസിന്റെ നടുക്ക് ഇരിക്കുന്ന ഒരു പാവം. എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത് തെങ്കാശി പട്ടണത്തിലെ ഒരു സോങ്ങില്ലേ, ഒരു സിംഹമലയും കാട്ടിൽ, KDN കമ്പനിയുടെ ഇടയിൽ പെട്ട ഗീത മോഹൻദാസിനെ പോലെ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കോമ്പോട് കൂടി വർക്ക് ചെയ്യുമ്പോൾ? ഇവർ ഇന്റർവ്യൂ സ്റ്റാർസ് ആണോ? അത് സിനിമയിലല്ലേ? സിനിമ ഇന്റർവ്യൂലല്ലേ? അല്ല, ഇന്റർവ്യൂല് സിനിമയില്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഏത് എക്സ്പീരിയൻസാ? സിനിമയിൽ എന്താ, ധ്യാൻ ചേട്ടൻ്റെ കൂടെ 4 പടം ആയി ചെയ്യുന്നു. ഷൈൻ ചേട്ടൻ്റെ കൂടെ 2ാമത്തെ പടമാണ്. ഒരുമിച്ച് ഒന്നിച്ചിട്ടുള്ള 2ാമത്തെ പടമാണ്. അപ്പോൾ രസമാണ്. ഈ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സെറ്റിൽ. നമ്മൾ ഒന്നിച്ച് ഉള്ള സമയം, ഷൂട്ടിൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ ഒന്നിച്ചിട്ട് കാണാറുള്ളൂ. ആ സമയത്ത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കട്ട് പറയുമ്പോൾ മാത്രമല്ല, ഷൂട്ടിൻ്റെ ഇടയിലും രസമാണ്. സോങ് ഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഫണ്ണാണ്, രസമായിരുന്നു. ഓക്കെ, അയ്യർ ഇൻ അറേബ്യ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് കേരളത്തിലും കുറച്ച് പുറത്തും ഷൂട്ട് ചെയ്ത ഒരു മൂവിയാണ്. അപ്പം എന്താണ് അയ്യർ ഇൻ അറേബ്യയുടെ ഒരു ഇതിവൃത്തം? കേരളത്തിന്റെ പുറത്താ? അല്ല, കേരളത്തിലും കുറച്ച് പുറത്ത്, ഇന്ത്യയുടെ പുറത്ത്. അല്ല, ദുബായ് ആണോ? അറേബ്യൻ കൺട്രി. അങ്ങനൊരു കൺട്രി. എന്താണ് അയ്യർ ഇൻ അറേബ്യ ഫിലിമിനെ കുറിച്ച് പറയാം. ഇത് അയ്യർ എന്ന് പറയുന്നത് മുകേഷ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. മുകേഷ് ചേട്ടനും ചേച്ചിയാണ് ഇതില് ധ്യാൻ്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ധ്യാൻ അപ്പോൾ അയ്യർ ഫാമിലിയിലുള്ള ഒരു പയ്യനാണ്. അവൻ ദുബായിലേക്ക് വരുവാൻ നമ്മൾ പ്രലോഭനങ്ങൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ഫ്രെഡി. അപ്പോൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനും പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം താമസിക്കാനുമുള്ള ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ? അവർ പലപ്പോഴും എനിക്കറിയില്ല. അല്ല, നമ്മുടെ ഈ പ്രായത്തിനനുസരിച്ച് നമുക്ക് പൊതുവെ ദുബായിലെത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം കൂടുതൽ കിട്ടുമല്ലേ? ദുബായ് പോയിട്ടില്ലല്ലോ? ഞാൻ പോയിട്ടില്ല. ഇല്ല, അപ്പൊ ഫ്രീഡത്തിനെ കുറിച്ച് അപ്പൊ ദുബായിലേക്ക് വരിക. ഹബീബി, വെൽക്കം ടു ഹബീബി എന്നല്ല പറയണേ? വെൽക്കം ടു ദുബായ്. അപ്പൊ അയ്യർക്കുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിലേക്ക് പോകുന്നതും ഒക്കെ, പക്ഷെ ഫ്രെഡി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ കൂടെ കൂട്ടുകൂടുന്നതും ഒക്കെ എപ്പോഴും നമ്മുടെ അതായത് നമ്മുടെ അച്ഛനമ്മമാർക്കുള്ള ടെൻഷൻ നമ്മുടെ കൂട്ടുകാരാണല്ലോ. കൂട്ടുകാർ ഇവനെ വഴിതെറ്റിക്കും, അല്ലെ കൂട്ടുകാർ ഇവനെ പ്രശ്നക്കാരനാക്കുമോ? ശരിക്കും കൂട്ടുകാരെയാണ് ഇവർ വഴിതെറ്റിക്കണേന്നുള്ളത് അവർക്കറിയില്ലല്ലോ. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കൂട്ടുകാർക്ക് എന്നെ എപ്പോഴും ചീത്ത പേര്. നമ്മുടെ ഇതിലല്ലേ എപ്പോഴും പറയാറില്ലേ, ആ കൂട്ടുകൂടരുത്, ഈ കൂട്ടുകൂടരുത്, കൂട്ടുകാർ പ്രശ്നമാണ് അല്ലേ? ശരിക്കും കൂട്ടുകാരാണോ പ്രശ്നം, നമ്മളാണോ പ്രശ്നം?
അത് ചില സാഹചര്യങ്ങളിൽ കൂട്ടുകാരായിരിക്കും പ്രശ്നം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കും പ്രശ്നം. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ കൂട്ടുകാരാണ് പ്രശ്നം. ഷൈൻ ചേട്ടൻ അങ്ങനെ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ച് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? എങ്ങനെ ചാടിക്കാൻ നമ്മൾ അബദ്ധത്തിൽ ഒരാൾക്കും നമ്മളെ ചാടിക്കാൻ പറ്റില്ല. ചാടിച്ച കുറെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ചാടിക്കുക എന്നുള്ളതല്ലേ. അതെ, അതായത് നമ്മൾ ഇത് ഓരോരോ പ്രായത്തിനനുസരിച്ചുള്ള കുസൃതികൾ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ. അതിൽ കവിഞ്ഞുള്ള കുസൃതികളൊന്നുമില്ല. അതായത് പ്രായങ്ങൾ കാണിക്കേണ്ട കുസൃതിത്തരങ്ങൾ അതായത് പ്രായങ്ങൾ കാണിക്കണം. അങ്ങനെ കാണിക്കാത്തവർ കുറച്ച് വയസ്സാകുമ്പോൾ കാണിക്കും. അതാരേ ഉദ്ദേശിച്ചത്? അതെന്താ ഇങ്ങനെ? ചെറിയ പ്രായത്തിൽ കുസൃതി ഒന്നും കാണിച്ചിട്ടില്ല. കുസൃതി കാണിക്കും. ചില ആൾക്കാർക്ക് ആ ഒരു സാഹചര്യം കിട്ടാത്തത് മൂലം ആ സാഹചര്യം കിട്ടുന്ന സമയത്ത് ചിലപ്പോ ഇങ്ങനെ കുസൃതി കാണിക്കാം. അത് മസ്താനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ. ഉണ്ട്. നമ്മളെ അനുഭവങ്ങളാണല്ലോ ഗുരു. അപ്പോൾ ഇപ്പം എന്താ പറയാ, ഷൈൻ ചേട്ടന്റെ ക്യാരക്ടർ കൊണ്ട് അബദ്ധത്തിലാക്കുന്ന ഒരു പാവം അയ്യർകുട്ടിയാണോ സിനിമയിൽ? പാവല്ലേ? അല്ലെങ്കിൽ ഞാൻ ചേട്ടന്റെ എല്ലാത്തിലും ഭയങ്കര പാവായിട്ടൊക്കെ അഭിനയിക്കുന്നതാ സിനിമയിൽ ക്യാരക്ടർ. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? ഷോന് പേര് വെച്ചാൽ അന്ന് പറഞ്ഞു മസ്താനി. എല്ലാരോടും ഞാൻ പറയാറുണ്ട് അന്ന് ആ ഒരു പേര് വെച്ചത്. ഗുരുത്വം നിനക്ക് ഇല്ലല്ലോ ഇപ്പൊ. ഉണ്ട്. കണ്ടിട്ട് ചിരിക്കുന്നില്ല. എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? എന്താ പ്രശ്നം? എന്റെ കണ്ടു പറഞ്ഞിരിക്കണ്ടോ? ഇല്ല, അന്ന് കരഞ്ഞിട്ടില്ല. ഹിറ്റായി ഓർമ്മയില്ലേ? അതെ അതെ അതെ. എന്താണ് കരഞ്ഞത്? അന്ന് അതെന്താ ധ്യാൻ ചേട്ടൻ എന്തോ പറഞ്ഞു. കരഞ്ഞോ? അതെന്താ പറയാ, എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. രാവിലെ RDX, ഉച്ചയ്ക്ക് ധ്യാൻ ചേട്ടൻ. അപ്പൊ ഫസ്റ്റ് സെലിബ്രിറ്റി അല്ലേ, അപ്പൊ ഭയങ്കര പ്രതീക്ഷയല്ല ഞാൻ പോയത്. അപ്പൊ നമ്മളിങ്ങനെ അല്ല നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോവല്ലോ. അപ്പം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ 25 മിനിറ്റ്സിൽ നമ്മൾ കട്ട് ചെയ്യണം. പകുതിയായപ്പോ ചേട്ടൻ പറഞ്ഞു എനിക്ക് വിശക്കണു. അപ്പൊ ഞാൻ മെയിൻ സാധനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അല്ല ഞാൻ ഒരു ഓർഡർ ആവശ്യമുള്ളത് കുറെ ചോദിച്ചു. അത് ആ സിനിമയുടെ അല്ലേ? അജിൻ വന്നിട്ടില്ലേ ഇപ്പൊ? ഇല്ല. അജിന് സൈഡിൽ നിന്ന് ചോദിച്ചോണ്ട് അവൻ പറഞ്ഞു കരഞ്ഞോന്ന്. പോയി. അല്ലല്ല, അവൻ സൈഡിൽ നിന്ന് കാണിക്കുന്നു, നീ ഉടനെ കരയുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ കറി കറി ഞാൻ ചേട്ടൻ പറയോ കരയുണ്ടോ ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട, നീ ചോദിക്കുന്നു അല്ലേ? അതെ. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ കരഞ്ഞത്. അന്ന് ആ ഒരു ഇന്റർവ്യൂവിനാണ് എനിക്ക് ആകെ നല്ല കമന്റ്സ് വന്നിട്ടുള്ളത്. അയ്യോ പാവം കുട്ടി കരഞ്ഞല്ലോ. പിന്നെ നോക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്റർവ്യൂ എടുത്തില്ലേ നമ്മുടെ അവിടെ മൂന്നാർ എടുത്ത്, അതിന്റെ താഴെ നിനക്ക് ലോക തെറിയാ. അതിന് രക്ഷപ്പെട്ടു ഞാൻ. ഞങ്ങളുള്ള രക്ഷപ്പെട്ടല്ലേ. ഓക്കെ, അപ്പം ദുർഗ ചേച്ചിയുടെ ക്യാരക്ടർ നമുക്ക് സിനിമയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെന്ന് PR പറഞ്ഞായിരുന്നു. അതുകൊണ്ട് മാത്രം ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച്. എൻ്റെ സേറ എന്നാണ് ക്യാരക്ടർ പേര്. ഞാൻ ദുബായിൽ ജീവിക്കുന്ന ഹൈലി റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടി. നമ്മുടെ രാഹുലായിട്ട് പ്രണയത്തിലാണ്. അപ്പൊ തന്നെ മനസ്സിലാവും. ലുക്ക് കണ്ടിട്ടാണ് പ്രണയത്തിലല്ലേ. അപ്പൊ ഒരു അയ്യർ ഫാമിലിയും ഒരു മുസ്ലിം ഗേളാണ് ഞാൻ. അങ്ങനെ ഒരു പ്രണയം, അങ്ങനെയൊക്കെയാണ് ഇന്റർകാസ്റ്റ്. എന്തുകൊണ്ട് പ്രണയം ഉണ്ടായിരുന്ന നീ നിന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നീ എന്നെ പ്രണയിച്ചത്? നമ്മൾ പഠിച്ചതൊക്കെ ഒന്നിച്ചിട്ടാണ്. നമ്മള് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു മിനിറ്റ്, നമ്മുടെ ജോലി എന്തായി സിനിമയില്? എനിക്കറിയാം. ഞങ്ങൾ ഏതൊരു കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി വരും. നമ്മൾ ആർക്കിടെക്ചറാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതാണ് എന്റെ ക്യാരക്ടർ. അത് ഞാനും ഇങ്ങനെ ചോദിച്ചായിരുന്നു. കാരണം വേറെ നല്ല പയ്യന്മാര് റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിന്ന് എന്തുകൊണ്ട് സാറ് നോക്കിയില്ല
എന്നുള്ളൊരു ചോദ്യം. അവൾ സ്റ്റഡി നടത്താറുണ്ട് സാധാരണ round മതി study. മതി എന്റെ പൊന്നെ മതി ചീഞ്ഞ് നാറി എന്നൊക്കെ ഒന്നുമില്ല. അല്ല അത് ഈ ഇന്റർവ്യൂല് അറിയില്ലല്ലോ. വേണ്ട സാധനമുണ്ട്. എന്തായിരുന്നത്? അത് പിന്നെ പറഞ്ഞു. പടത്തിന് മുന്നേ പടം കേൾക്കുമ്പോൾ തന്നെ സ്വന്തം ക്യാരക്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും, അതിന്റെ പാസ്റ്റിനെ കുറിച്ചും അത് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നോട്ട് ചെയ്യും. അതേപോലെ തന്നെ സഹ താരങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ചും ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗയ്ക്ക് സേറയ്ക്ക് ഒരു ആലോചന വരുന്നുണ്ട്. ഓക്കെ, കഥ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. ആ കഥ അതിന്റെ ചെറിയൊരു ഭാഗം അത്. ആ പയ്യനാണെങ്കിൽ ഓക്കെ, ആ പയ്യൻ ആലോചന വരുന്ന പയ്യൻ അവനൊരു 6 അടി 2 ഇഞ്ച് പൊക്കം, നല്ല ഭംഗിയുള്ള ഒരു കാസ്റ്റ് ചെയ്ത പുള്ളിക്കാരൻ. ഒരു പയ്യൻ 6 അടി 2 ഇഞ്ച് പൊക്കമുണ്ട്, നല്ല ഗ്ലാമർ, നല്ല ഗ്ലാമർ ലുക്ക് എന്ന് പറഞ്ഞാൽ വൻ ലുക്ക്, പൂത്ത പൈസ. നല്ല ലുക്ക് എല്ലാം കൊണ്ട് നല്ല. പോയില്ല. ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ അവനെ പ്രേമിക്കുള്ളൂ. ഞാനും അല്ല ഞാൻ പക്ഷെ എന്നിട്ടും അവൻ എന്നോടാണ് സ്നേഹം. എന്തായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത്. ആ കാരണം എന്താ? ആൾക്കറിയാൻ ആഗ്രഹമുണ്ട് എന്തായിരുന്നു ആ ഒരു ഫാക്ടർ. അയ്യോ ഡയറക്റ്റ് അത് നിഷാദക്ക് അടുത്ത് ചോദിക്കണം. ഇതേ ചോദ്യം ഞാനും നിഷാദക്ക് അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആ പയ്യനല്ലേ, എന്തിനാണ് നമ്മൾ ഇതെടുക്കുന്നത് എന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട്. കാരണം മുപ്പരെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗുണങ്ങളാണ്. കാണാനും നല്ല കൊച്ചു എനിക്ക് അവർക്ക് നല്ല ഹൈറ്റുള്ള 6 അടി 2 ഇഞ്ച്. പക്ഷേ ഞാൻ പയ്യർ ഫാമിലിയിൽ ജീവിക്കാനായിരിക്കും താല്പര്യം അല്ലേ? അതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? ഇല്ല, വേണ്ട. കേരളത്തിൽ വന്ന് താമസിക്കാനായിരിക്കും താല്പര്യം അല്ല? അത്രയും റിച്ച് ആവശ്യമില്ല, അത്രയും ഗ്ലാമറിന്റെ ആവശ്യമില്ല. പെണ്ണുങ്ങൾക്ക് പൊതുവെ ഗ്ലാമർ കുറഞ്ഞവരാണല്ലോ അവര്. അല്ല ഞാൻ പൊതുവെ ലൈക്ക് എന്താ എന്നാ അവിടെ പിടിച്ചോ. എന്ത് നിർത്തിയത്? ഞാൻ പറഞ്ഞ അല്ല, ചില പെൺകുട്ടികൾക്ക് അവരെക്കാൾ ഭംഗി കുറഞ്ഞവരായിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം അവർക്കാണല്ലോ ഭംഗി ഉണ്ടായിരിക്കേണ്ടത്. ആണുങ്ങൾക്ക് ശരിക്കും ഭംഗി എന്ന് പറയുന്നത് അവരുടെ സ്മാർട്ട്നെസ്സും അല്ലേ? സത്യം. എന്നാലും ഒരു മുഖഭംഗി, നമ്മൾ ഫസ്റ്റ് ഒരാൾ അട്രാക്റ്റഡ് ആവുന്നത് അവരുടെ ഒരു ഫിസിക്കൽ. അത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെയാണ് ഫസ്റ്റ് അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. പെൺകുട്ടികൾക്ക് മെല്ലെ മെല്ലെ അല്ലേ സ്നേഹമൊക്കെ വരുന്നത്. നമ്മൾ കാണുമ്പോ കാണാൻ കൊള്ളാലോ അത്രയല്ലേ ആലോചിക്കുള്ളൂ, ഇഷ്ടം വരില്ലല്ലോ. അതിനുശേഷല്ലേ കൊള്ളാമെങ്കിലല്ലേ ഇഷ്ടം. അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് നല്ല പ്രേമരെ കാണുവാണെങ്കിൽ കാഴ്ചക്കുള്ള ഭംഗിയല്ലേടാ അവര് സ്നേഹിക്കില്ലല്ലോ അപ്പൊ തന്നെ. നിങ്ങള് കാഴ്ചക്ക് ഭംഗിയുണ്ട് അപ്പൊ തന്നെ കയറി സ്നേഹിക്കും. നമ്മൾ ഭംഗി കൊണ്ടല്ലേ സ്നേഹിക്കുന്നത് അല്ലേ? ഷൈൻ ചേട്ടൻ അങ്ങനെയാണോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയത്? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് അട്രാക്ഷൻ അല്ല നമുക്ക് തോന്നുന്നത് ആദ്യം. നമുക്കും തോന്നുള്ളൂ. തോന്നുള്ളൂ. പിന്നെ പക്ഷെ കുറച്ച് മെല്ലെ മെല്ലെ അവർക്ക് സ്നേഹം വരുള്ളൂ. ആണുങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം വരും, സ്നേഹവും വരും, ദേഷ്യവും വരും. ആണോ ധൻ ചേട്ടാ? എനിക്ക് എല്ലാം ഒരുമിച്ചാ. ധ്യാൻ ചേട്ടൻ എങ്ങനെയാ ഒരു പെൺകുട്ടീനെ കാണുമ്പോ എങ്ങനെയാ ഒരു ഇഷ്ടം തോന്നുന്നത്? അത് കല്യാണം സ്വാഭാവികമായിട്ട് നമുക്ക് സത്യം പറയാലോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഇഷ്ടം തോന്നിയിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ചിലപ്പോൾ 2 മിനിറ്റ് സംസാരിച്ച് നമുക്ക് ആ ഇഷ്ടം പോകും അല്ലേ? ചില പെൺകുട്ടികളുടെ അടുത്ത് ഭയങ്കര കാണാനൊക്കെ ഭയങ്കര ഇതായിരിക്കും, പക്ഷെ 2 മിനിറ്റ് നമ്മളൊന്ന് സംസാരിച്ചാൽ മതി, ഇതുപോലെ ഇരുന്ന് സംസാരിച്ചാൽ മതി. ഇതുപോലെ ഞാൻ ഉദ്ദേശിച്ചില്ല, ഇതുപോലെ അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നും. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന നേരത്തെ പറഞ്ഞ സ്മാർട്ട്നെസ്, അവരുടെ സംസാരം, പെരുമാറ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലെ? മുന്നോട്ട് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് ജീവിതത്തിനെ കുറിച്ചുള്ളതും അവര് അതൊക്കെ ഭയങ്കര അല്ലേ, ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ള സെൻസിബിൾ ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് വിവരമില്ലെങ്കിൽ പോലും അല്ലേ? അതുകൊണ്ട് തന്നെ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം തോന്നിയാൽ സ്വാഭാവികമായിട്ട് അവരുമായിട്ടൊരു അതുകൊണ്ടാണല്ലോ നമ്മൾ ഡേറ്റ് എന്നൊക്കെ പറയുന്നത്. ഡേറ്റ് ഒക്കെ മസ്റ്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കുറെ സാധനമുണ്ട്, അരികയുണ്ട്. ഞാൻ ഇതിലൊന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ ഞാൻ ചുമ്മാ ബോറടിക്കുമ്പോ ഒരു ദിവസം എന്തോ ടിൻഡർ എടുത്തായിരുന്നു. ബോറടിച്ചപ്പോ അപ്പൊ മെസ്സേജ് വന്നു, എന്താ എന്റെ ഫേക്ക് അക്കൗണ്ട് ടിൻഡറിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഡിലീറ്റ് ചെയ്തു. അതിപ്പോ ബംബിളൊക്കെ ആണെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യും, അവര് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വെരിഫിക്കേഷൻ ഒക്കെ. ബംബിൾ ഞാൻ എടുത്തിട്ടില്ല, ടിൻഡർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ വേറെ ഒന്നുണ്ട്, ഹിഞ്ച്. അത് നോക്കാം. ചേട്ടനെ ഇതിലുള്ള ഞാൻ അതിലില്ല, ഒന്നുമില്ല, എല്ലാം അറിയാം. പക്ഷെ വെരിഫൈ ചെയ്യുന്നൊക്കെ കനിയന്മാരൊക്കെ പോയിട്ട് ഫുൾ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ. ഹിഞ്ച് അവിടേക്ക് പോകണമെന്നില്ലല്ലോ അറിയാൻ വേണ്ടി. അമേരിക്ക പോയിട്ടുണ്ടോ? ഇല്ല. അമേരിക്ക ഉണ്ടെന്ന് അറിയില്ലേ?
ഡേറ്റിംഗ് ആപ്സ് ഒക്കെ നല്ലതാ. നല്ലതാ, അങ്ങനെയല്ലേ പക്ഷെ വലിയ കളക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ എങ്ങനെ അറിയാം കളക്ഷൻ ഇല്ല? ടിൻഡറിൽ ഞാൻ ഉണ്ടായിരുന്നു, ഓ ഓക്കെ ഓക്കെ. ഞാൻ എടുത്തിട്ടുണ്ട്. ടിൻഡർ ഒരു കാര്യമില്ലടാ, അത്ര വർക്കല്ല. എങ്ങനെ അറിയാം? ഞാൻ ടിൻഡറിൽ കുറെ കാലം ഉണ്ടായിരുന്നു, ഒരു മെസ്സേജ് പോലും തിരിച്ചു വന്നിട്ടില്ല. അത് സ്വൈപ്പ് റൈറ്റ് ആണ് അങ്ങോട്ട്. എന്ത് സ്വൈപ്പ് റൈറ്റാ? റോയാണ്. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. അതാ നല്ലത്. അതാ നല്ല. ഇല്ല, നമ്മൾ അതിനെ പറ്റി ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മളൊരു ഡേറ്റിന് പോവാ, നമ്മളൊരു അതാണ് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണല്ലോ. അതെ, ഇമ്പോർട്ടന്റ്. കണ്ട ഉടനെ നമുക്ക് ഇഷ്ടം തോന്നിയാലും ആ ഇഷ്ടമൊക്കെ നിലനിൽക്കൂല അല്ലേ. മുഖ സൗന്ദര്യത്തിൽ മാത്രം കൊറേയൊക്കെ മേക്കപ്പ് ആയിരിക്കും. കൊറേയൊക്കെ മേക്കപ്പാ. അതെന്താ അതിനാണ് പെൺകുട്ടികൾ ഇപ്പൊ സ്വന്തം മേക്കപ്പ് തന്നെ പഠിച്ചിട്ട് ഇറങ്ങണം. പക്ഷെ അത് വേണ്ടേ? മേക്കപ്പ് പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല, മേക്കപ്പ് ചെയ്യുന്ന പെൺകുട്ടികൾ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ നമ്മുടെ വയറ്റിലേക്കല്ലേ പോകുന്നല്ലേ. ഞങ്ങളുടെ അല്ല, നിങ്ങളുടെ ആയിരിക്കും. ആ, ഞങ്ങളുടെ കാര്യം പറഞ്ഞേ. ശരി, സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലിപ്പം സീനിയർ കാസ്റ്റ് ഉണ്ട്, മുകേഷ് ചേട്ടനുണ്ട്, ഉർവശി ചേച്ചി ഉണ്ട്. ഞാൻ ഉർവശി ചേച്ചി ഒരു ഓഡിയോ ലോഞ്ചിൽ പറയുന്ന കേട്ടോ, ചേച്ചിയുടെ 9 വയസ്സുള്ള മകനെ പോലെയാണ് ഷൈൻ ചേട്ടൻ കാണുന്നത്. പക്ഷെ കുരുത്തക്കേടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ സെറ്റിൽ ഒപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെ പോലെ ജ്യൂസ് ഒക്കെ പിടിച്ചോണ്ടിങ്ങനെ ശ്രുതി ഇതൊക്കെ കുസൃതികളാണോ? ഏത് ഇപ്പൊ ഈ പറഞ്ഞൊക്കെ? എന്താ അങ്ങനെ മോശല്ലേ? ആളുകളെ കുടിക്കുന്ന കാപ്പിയില് ചായ ഒഴിച്ച് വെക്കുക, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കാപ്പിക്കകത്ത് ചായ മിക്സ് ചെയ്യുക, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ ചെറിയ ചെറിയ വിനോദങ്ങളോ. തിരിച്ച് ഇവരെന്തെങ്കിലും പണി തന്നിട്ടുണ്ടോ? ഇവരൊന്നും പണിയൊന്നും തരില്ല, ഇവരൊക്കെ കുറച്ചും കൂടി കുട്ടികളാണല്ലോ. ഇതാണ് അലമ്പല്ലേ, പാവം. പക്ഷെ ഇന്റർവ്യൂ സ്റ്റാർ ആണ് ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂ. രണ്ടുപേരും ഗുരുത്വം. ഞാൻ എല്ലാരോടും പറയാറുണ്ട്, കാല് തൊട്ട് വന്നിച്ചിട്ട് വേണമായിരുന്നു ഇപ്പൊ തുടങ്ങാൻ. അല്ല, ഇതിന്റെ ഇൻകമത്തിന്റെ എന്തെങ്കിലും ശതമാനങ്ങൾ കൊടുക്കുന്നുണ്ടോ ആൾക്കാണോ? അതിനിപ്പോ നല്ല തെറിയാ കിട്ടുന്നത്. അത് മതിയോ? മസ്താനിയുടെയാണ് ഈ ചാനല്. എന്റെ അല്ല, പിന്നെ ആരുടെ? ഓണേഴ്സിന്റെ. അത് മനസ്സിലായി, ഓണത്തിന്റെ അല്ല, വേറെ ഓണേഴ്സ് ഉണ്ട്, ഞാനല്ല. ഓക്കെ, ഇനി നമുക്ക് സിനിമയെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നത് നമ്മളല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ. ഇതിലെ സോങ്സ് ഒക്കെ, എസ്പെഷ്യലി ട്രിവാൻഡ്രത്തിന്റെ സോങ്സ് ഒക്കെ കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. പാടി തിരുവനന്തപുരമേ തിരുവനന്തപുരം, തിരുവനന്തപുരമേ തിരുവനന്തപുരം, അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. പറ, സോങ്സിനെ കുറിച്ചൊക്കെ പറ. നല്ലതല്ലേ? എന്താ വേണ്ടേ, പാടണോ? രണ്ടുപേരും ഒരുമിച്ച് നമ്മുടെ അയ്യറിൻ അറേബ്യ ഫിലിമിലെ പാടാൻ ഇടണ്ട, കോപ്പിറൈറ്റ് ഇടണ്ട. ഇത് ഞങ്ങൾ തന്നെയല്ലേ ഇത് ചെയ്യണത്? അത് ഞങ്ങള് കൊടുക്കാം. ഞങ്ങൾക്കായിട്ടണേ. പാടുവോ? അല്ല, ആ പാടത്ത് പഠിക്കണ്ട ആദ്യം. ശരി, നിങ്ങൾ മാറിയെന്ന് പാടും. ഇത് അത്യാവശ്യം ഇല്ല, അത്യാവശ്യം നല്ല പാട്ടുകളുണ്ട്. നല്ല സോങ്സ്. ഇപ്പൊ തിരുവനന്തപുരമേ 2 പാട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഒരു പാട്ടല്ല ഇറങ്ങിയിട്ടുള്ളൂ. അല്ല, തിരുവനന്തപുരമേ ഇതിനു മുമ്പ് ഒരു പാട്ടും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി കരയണോ? ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരൊരു സോങ് എടുക്കാൻ സെപ്പറേറ്റ് പോയിട്ടുണ്ട്. എവിടെ പോയാ? ദുബായിൽ. റൊമാൻറ്റിക് സോങ് ആണോ അത്? റൊമാൻറ്റിക് സോങ് ഉണ്ട് അതില് തമ്മിലുള്ള. അത് അപ്രാവശ്യം തന്നെ, 2ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് എടുത്തത്. ഓക്കെ, മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ഗെയിം വരട്ടെ. അതവിടെ നിർത്തുമല്ലോ. അല്ല, മറ്റേ ചെറുക്ക അവിടെ പോയി. ആരാ കയ്യില് ഒറ്റ ചെറുക്കുള്ളൂ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറുക് എക്സിന്റെ കയ്യിലായിരുന്നു. ഓക്കെ ഓക്കെ, മറന്നു പോയല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ഇന്റർവ്യൂ എടുത്ത്. ഏത് എക്സ്? ഓക്കെ, ചിറകുള്ള കൈ നോക്കിയാ കണ്ടുപിടിക്കാം അല്ലേ? ആ ചിറക് ഇപ്പോഴും ഉണ്ട്. ആ ചിറക് ഇപ്പോഴും ഉണ്ട്. അത് മാറ്റാൻ പറ്റില്ലല്ലോ അല്ലേ? പിന്നെ ലേസർ ചെയ്യാൻ പറ്റും. നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, റാപ്പിഡ് ഫയർ ആണ്. പെട്ടെന്ന് പറയണം. ആദ്യരോട് ചോദിക്കണം. പെട്ടെന്ന് പറയുന്നവരോട് ചോദിച്ചു. ഷൈൻ ചേട്ടൻ പെട്ടെന്ന് പറയും. കൂടെ അഭിനയിച്ച ഫീമെയിൽ കോ സ്റ്റാർസിലെ ബെസ്റ്റ് ഫ്രണ്ട്.
ബെസ്റ്റ് ഫ്രണ്ടോ? ഫ്രണ്ടൊന്നുമല്ല അവരല്ല അവര്. അല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തോന്നുന്നത്. അതെന്താ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കാനൊന്നുമല്ല നമ്മൾ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ പടത്തിൽ വരുന്നത്. റാപ്പിഡ് ഫയർ അറിയില്ലെങ്കിൽ വിട്ടേന്ന്. പാസ് പാസ് ഓക്കെ പാസ്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓരോ ചോദ്യം. ആ അങ്ങനെ ചോദിക്കല്ലേ, കൊറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അത് ഓക്കെ, എന്നാ ധ്യാൻ ചേട്ടൻ പറ. ഇല്ല ഇത് ഒരാൾക്ക് ഓരോ ചോദ്യമേ ഉള്ളൂ. ശരി, സിനിമ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരുപാട്. സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന വേണം. സിനിമ എന്നുള്ള വേടനല്ലോ. സിനിമ എന്ന് പറയുമ്പം ക്ലബ് ഔട്ട്. ഓക്കെ, ഓ ചെറുപ്പത്തിൽ ക്ലാപ്പ് കൊടുന്നാണോ സിനിമ? തിയേറ്ററിൽ നല്ല ഓർമ്മ വരും. എന്തെങ്കിലും ശരി. അടുത്തത്, ധ്യാൻ ചേട്ടൻ ഒരു ആങ്കർ ആയിരുന്നെങ്കിൽ ചോദിക്കാൻ പോകുന്ന ഏറ്റവും സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. ലാസ്റ്റ് ഏറ്റവും അവസാനം എന്നാ എക്സ്പീരിയൻസ്, അവരോട് വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് കുറെ ഉണ്ട് എനിക്ക് ചോദിക്കാൻ. ലൊക്കേഷനിലെ ജോലി. അത് നമ്മൾ ചോദിച്ചില്ല. ലൊക്കേഷൻ ജോളി. അത് ചോദിച്ചില്ല, വളിപ്പ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അത് ചോദിച്ചില്ല. ലൊക്കേഷൻ ഫൺ ചോദിച്ചില്ല, അതെന്റെ മെയിൻ ചോദ്യം. ഓക്കെ, ലവിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് പറയും? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സത്യം, കറക്റ്റ് അല്ലേ? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എന്താ ചേട്ടാ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മനപ്പൂർവ്വം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നേക്കാലോ. നിങ്ങളല്ല ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്, ഞങ്ങളാണോ? ഓക്കെ, എന്ത് ചെയ്താലും ഉത്തരം പറയരുത് എന്നുള്ള മൈൻഡിൽ ഇരിക്കല്ലേ? അല്ല, ഉത്തരം പറഞ്ഞത്. ഉത്തരം പറഞ്ഞല്ലോ, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻ ആണെന്ന്. ഓ അങ്ങനെ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് 2 മിനിറ്റ് സംസാരിച്ചാ അതൊക്കെ പോയിക്കോളുന്നു. ശരി, ടോപ്പ് 3 ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്. സൂപ്പർ, കണ്ട മിടുക്കിയാണ്. വേറെ ഏതോ പേര് പറയാൻ വന്നിട്ട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആദ്യമായിട്ട് പൃഥ്വിരാജിന്റെ കൂടെയല്ലോ. ടോപ്പ് 3 ആക്ടേഴ്സ് ആർ ഇഷ്ടമുള്ള. ടോപ്പ് 3 ഇഷ്ടമല്ലല്ലോ, ടോപ്പ് ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ ആണ്. അവർക്ക് ഇഷ്ടമുള്ള ടോപ്പ് 3 അല്ലേ? ഓക്കെ, സൂപ്പർ. 3 ഡാൻസ് ഫോംസ്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. ഓക്കെ, എന്റെ ചോദ്യം, എന്റെ ആൻസർ യെസ് എന്നാണെങ്കിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്? എന്ത്? എന്റെ ആൻസർ യെസ് ആണെന്ന് വിചാരിക്കാം, അപ്പൊ എന്ത് ചോദ്യം ചോദിക്കും? അയ്യോ മാഡ്. ഇതെനിക്ക് അറിയായിരുന്നു. അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയോ? ഞങ്ങൾ നല്ല വട്ടുള്ളവരാ, കണ്ടില്ലേ? നിങ്ങളല്ലേ പാവം. ഞാൻ അത് നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ സമയത്തിന്റെ ഇവരോട് കാര്യം. ഓക്കെ, നിങ്ങൾ ആൻസർ പറ. എന്റെ ചോദ്യം യെസ്, എന്റെ ആൻസർ യെസ് എന്നാണെങ്കിൽ ചോദിച്ചതല്ലേ, അല്ല അതിന് വേറൊരു. അതോടുകൂടി നമുക്ക് റാപ്പിഡ് ഫയർ അവസാനിപ്പിക്കാൻ ടൈം ഇല്ലാത്ത. ആര്യ മസ്താനി. ഓ ഡിപ്ലോമസി ആയി പോയി. ചേച്ചിക്ക് മാത്രമേ സ്നേഹം ഒന്നും ചോദിക്കല്ലേ. അന്ന് നോ ആണെങ്കിലോ? ശരി, അതിന് നീ എസ് എന്നേ പറയുന്ന എനിക്കറിയാം. ഇല്ല, നീ എനിക്ക് നോ പറയില്ല. ആ ചോദ്യം നീ നോ പറയില്ല. ചോദ്യം ചോദിക്കേ. എനിക്കറിയില്ല ചോദ്യം എന്താന്ന്. ഇല്ല, നീ നോ പറയില്ല. ഓക്കെ, ഓക്കെ അല്ലേ? മാറ്റി ചോദിക്കണം. ആ ചോദിക്ക്. എനിക്ക് ചോദ്യം മനസ്സിലായില്ല ഗൈസ്, നിങ്ങക്ക് മനസ്സിലായ കമന്റ് ചെയ്യാം. ചേട്ടനെ ടാഗ് ചെയ്ത് അപ്പൊ ഒരുമിച്ച് വാങ്ങിക്കാലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സമയം ഉണ്ടായതുകൊണ്ട് അധികം വിശേഷങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ബട്ട് എന്തായാലും സമാധാനമല്ലേ? ധ്യാൻ ചേട്ടൻ വിശന്നിരിക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യം വിശന്നൊന്നും അതുകൊണ്ട് ഞാൻ പറയില്ല. ഇന്റർവ്യൂ തന്നെ പറയും. അതെ, പെട്ടെന്ന് നോക്കി ഇന്റർവ്യൂ അതിന്റെ ചെയ്യാം. ചേട്ടന് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം അയ്യർ ഇൻ അറേബ്യ തിയേറ്ററിൽ റിലീസ് ആവാണ്. എല്ലാവരും തിയേറ്ററിൽ. എന്നായിരുന്നു? ഫെബ്രുവരി 2-ന് ഫസ്റ്റ് ആയിട്ട് പറയാം. ഫെബ്രുവരി 2-ന് അയ്യർ ഇൻ അറേബ്യ തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഫിലിം കാണണം. വിലയേറിയ അഭിപ്രായങ്ങൾ ഇവരെ അറിയിക്കണം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എന്ത് അതൊക്കെ കഴിഞ്ഞു.